ശരണം അമ്മേ, അമ്മേ എന്നുടെ മാനസത്തിൽ സതതം വാഴുന്നു നീ സൗമ്യയായി. ചെമ്മേ എന്നുമെനിക്കു നീ തുണയതായി മേവുന്നു സർവേശ്വരി. മുമ്പേ നിന്നെ നമിച്ചു ഞാൻ എഴുതിയോരഗാനമത്യാദരം തന്നേഹ ശുഭമായി ലസിച്ചു ഭുവനേ എന്നാറ്റുകാലീശ്വരി. ആറ്റുകാലമ്മേ ശരണം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ആ തുളസിയുടെ മഹിമകൾ, തുളസിക്ക് ഭഗവാൻ മഹാവിഷ്ണു കൊടുത്ത വരങ്ങൾ, ആ മഹിമകളെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. തുളസിയെ എങ്ങനെയാണ് പൂജയ്ക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും തുളസി പൂ എങ്ങനെ ഇറുക്കണം എന്നുള്ളതിനെ അവിടെ പറഞ്ഞു. ഇറുത്തെടുക്കുന്ന തുളസീദളം വാടിയതായാലും 3 നാൾ വരെ ശ്രാദ്ധത്തിനും വ്രതത്തിനും ദാനത്തിനും പ്രതിഷ്ഠകൾക്കും ദേവപൂജകൾക്കുമൊക്കെ ഉപയോഗിക്കാം. കൊഴിഞ്ഞു വീണതോ വെള്ളത്തിൽ വീണതോ വിഷ്ണു പൂജയ്ക്ക് ഉപയോഗിച്ചതോ ആയ തുളസീദളം വീണ്ടും കഴുകി ശുദ്ധമാക്കി അതിനെ വീണ്ടും ഏതു കർമ്മത്തിനും എടുക്കാം. അപ്പം ഇത് തുളസിയുടെ ഒരു വിശിഷ്ടതയാണ്. ഇപ്പം നമുക്ക് തുളസി ദളങ്ങളധികമില്ല, വളരെ കുറച്ചേ തുളസി കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും നമ്മൾ പൂജിച്ച തുളസി എടുത്ത് അതിനെ കഴുകി വീണ്ടും ആ തുളസി കൊണ്ട് പൂജിക്കാം. മറ്റുള്ള പൂക്കളെല്ലാം ഒരിക്കൽ പൂജിച്ചാൽ പിന്നെ അത് നിർമാല്യമായി, പിന്നെ ആ പൂവെടുത്ത് വീണ്ടും പൂജിക്കാൻ പാടില്ല, അത് നിർമാല്യമായി. പക്ഷെ തുളസി അങ്ങനെയല്ല. തുളസി നമ്മൾ ഒരിക്കൽ അർച്ചന ചെയ്ത തുളസി വീണ്ടും എടുത്ത് കഴുകി വീണ്ടും അതേ തുളസി കൊണ്ട് അർച്ചന ചെയ്യാം എന്നർത്ഥം. അത്രയും പവിത്രമാണ് തുളസിക്ക് എന്നുള്ളത് ഇത് അവിടെ പറയാണ്. അതുകൊണ്ട് അതേമാതിരി ദുഃഖരഹിതയായ ഗോലോകത്ത് വൃക്ഷാധിഷ്ഠാന ദേവതയായി നിത്യവും കൃഷ്ണനോടുകൂടി നിനക്ക് നിത്യക്രീഡ നടത്താൻ കഴിയും. നദിയുടെ അടിസ്ഥാന ദേവത എന്ന നിലയിൽ ഗോലോകത്ത് വസിക്കുന്ന നീ നദി എന്ന നിലയിൽ ഭൂമിയിൽ എൻ്റെ അംശമായ ലവണസമുദ്രത്തിൽ പത്നിയായിട്ട് ചെന്നുചേരും. മഹാസാധ്വിയായ നീയ പൂർണ്ണരൂപത്തിൽ എന്നോടുകൂടി വൈകുണ്ഠത്തിലേക്ക് ആ ലക്ഷ്മീദേവിക്ക് തുല്യം ലഭിപ്പിക്കുന്നവളായി വാഴും എന്നതിൽ സംശയമില്ല. നിന്റെ ശാപത്തിന്റെ ഫലമായി ഞാനും ഭാരതത്തിൽ ഗണ്ഡകീ നദിയുടെ തീരത്ത് ശൈലരൂപത്തിൽ നിലകൊള്ളാം. അവിടെ വസിക്കുന്ന കോടിക്കണക്കിന് കീടങ്ങൾ തങ്ങളുടെ തീഷ്ണദംഷ്ട്രങ്ങളാകുന്ന ഉഗ്രായുധങ്ങൾ കൊണ്ട് കരണ്ടി ആ ശിലകളിൽ എൻ്റെ ചക്രായുധ ചിഹ്നം നിർമ്മിക്കും എന്ന് പറയാണ്. അപ്പോൾ ഈ ഗണ്ഡകിക്ക് ചക്രനദി എന്നൊരു പേരുണ്ട്. എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ സാളഗ്രാമം. ഇന്നിപ്പോൾ നേപ്പാളിലാണ് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഭാരതത്തിലില്ല. പണ്ട് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞ ദേശത്താണ് ഈ ഗണ്ഡകി നദി. അഥവാ നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ ഭരതയോഗീശ്വരൻ ഈ ഗണ്ഡകി നദി ചക്രനദി തീരത്തല്ലേ തപസ് ചെയ്യാനായിട്ട് പുലഹാശ്രമത്തിൽ പോയി മാനുമായി സംഘമുണ്ടായി എന്നുള്ള കഥകളൊക്കെ നമ്മൾ പഞ്ചമസ്കന്ധം കേട്ടിട്ടുണ്ടല്ലോ ഭാഗവത മഹാപുരാണത്തിൽ. അപ്പം ഈ ഗണ്ഡകി നദി, ഈ സാളഗ്രാമം വിഷ്ണുവിൻ്റെ രൂപമാണ്. എപ്പോഴാണോ ശിവലിംഗം ഭഗവാൻ മഹാദേവന്റെ രൂപമായിട്ടിരിക്കുന്നത്, പൂജിക്കുന്നത്, അഭിഷേകമൊക്കെ ചെയ്യുന്നത്, അതുമാതിരി സാളഗ്രാമം എന്ന് പറയുന്നത് ഒരു കല്ലാണ്. ഈ നദിയിൽ ഉണ്ടാകുന്ന കല്ലാണത് ഈ സാളഗ്രാമം. ഈ സാളഗ്രാമം വിഷ്ണു സ്വരൂപം തന്നെയാണ്. ആ സാളഗ്രാമം എടുത്ത് അതിനെ അഭിഷേകം ചെയ്ത് പൂജിക്കാം. സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്താൽ വിഷ്ണുവിന് അഭിഷേകം ചെയ്തതിൻ്റെ തുല്യ ഫലമാണെന്നാണ് പറയണത്. ഒരു ദ്വാരവും 4 ചക്രചിഹ്നവും വനമാല വിഭൂഷണവും പുതുമേഘത്തിൻ്റേതുപോലെ ശ്യാമള നിറവുമുള്ളത് ലക്ഷ്മി നാരായണം എന്നു പേരുള്ള സാളഗ്രാമമാണ്. ആ സാളഗ്രാമങ്ങളിലെ വിവിധ ഇനങ്ങൾ അപ്പോൾ
നമ്മുടെ രുദ്രാക്ഷത്തിലും അങ്ങനെയുണ്ടല്ലോ, ഒരു മുഖി, രണ്ട് മുഖി, മൂന്ന് മുഖി, നാല് മുഖി എന്ന് പറഞ്ഞിട്ട് അനേകം മുഖങ്ങളുള്ള രുദ്രാക്ഷമുണ്ട്. ഓരോ രുദ്രാക്ഷത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട്. അതുപോലെ ഇവിടെ സാളഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ പറയാണ്. അടുത്തതായിട്ട് ഒരു ദ്വാരവും 4 ചക്രചിഹ്നവും ശ്യാമനിറവും ഉള്ളത് ലക്ഷ്മി ജനാർദ്ദനൻ എന്ന സാളഗ്രാമമാണ്. അതിന് വനമാല ചിഹ്നം ഉണ്ടായിരിക്കുകയില്ല. 2 ദ്വാരം 4 ചക്രചിഹ്നം, ഗോഷ്പദ ചിഹ്നം, പശു കുട്ടിയുടെ കുളമ്പിൻ്റെ രൂപം ഉള്ളത് രഘുനാഥം എന്ന സാളഗ്രാമമാണ്. അതിനും വനമാല ഉണ്ടാവില്ല. വളരെ ചെറിയ 2 ചക്രചിഹ്നങ്ങളും അതേമാതിരി ശ്യാമള നിറവും ഉള്ളത് വാമനം എന്ന പേരുകൊണ്ടുകൂടിയ സാളഗ്രാമമാണ്. അതിന് വനമാല ഉണ്ടാവില്ല. അതേമാതിരി വളരെ ചെറിയ 2 ചക്രചിഹ്നങ്ങളുള്ളത് വനമാലയോടുകൂടിയതുമായ സാളഗ്രാമം ശ്രീധരം എന്ന് പറയുന്നു. അതിരിക്കുന്ന ഗൃഹത്തിൽ എല്ലായ്പ്പോഴും ഐശ്വര്യമുണ്ടാകും. തടിച്ച് നീണ്ട് ഉരുണ്ട് വനമാലയില്ലാത്ത വളരെ വ്യക്തമായ 2 ചക്രചിഹ്നങ്ങളുള്ളത് ദാമോദരം എന്ന് പറയും. ആ സാളഗ്രാമത്തിനെ അധികം ചെറുതും അധികം വലുതുമല്ലാത്ത മധ്യമ രൂപത്തിൽ വർത്തുളകാരത്തിലുള്ള 2 ചക്രചിഹ്നങ്ങൾ ഉള്ളത് അമ്പിൻ്റെ തുളയുള്ളതും അമ്പിൻ്റെയും ആവനാഴിയുടെയും ചിഹ്നമുള്ളതുമായ സാളഗ്രാമം രണരാമം എന്ന് പറയപ്പെടുന്നു. 7 ചക്രങ്ങൾ, ചക്രത്തിൻ്റെ ചിഹ്നമുള്ള ശില, രാജരാജേശ്വര എന്നാണ് ആ സാളഗ്രാമത്തിൻ്റെ പേര്. രാജസമ്പത്ത് മനുഷ്യർക്ക് പ്രദാനം ചെയ്യാൻ കഴിയുള്ള സാളഗ്രാമമാണത്. സ്ഥൂലവും 14 ചക്രചിഹ്നവും ഉള്ള സാളഗ്രാമം അനന്തം എന്നു പേരുള്ളതാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം പ്രദാനം ചെയ്യാൻ ആ സാളഗ്രാമത്തിന് കഴിയും. ചക്രത്തിൻ്റെ ആകൃതിയിൽ 2 ചക്രചിഹ്നവും ശ്രീയും കൊണ്ട ഗോഷ്പദ ചിഹ്നം, അതായത് പശുക്കുട്ടികളുടെ കാലിൻ്റെ കുളമ്പടിയുടെ ചിഹ്നം ചേർന്ന് ഇടത്തരത്തിലുള്ള സാളഗ്രാമം മധുസൂദനം എന്നാണ് പേര്. 1 ചക്രചിഹ്നം മാത്രമുള്ള സാളഗ്രാമം സുദർശനം. ഗുപ്തചക്രത്തോടു കൂടിയതിനെ ഗദാധരം. 2 ചക്രചിഹ്നത്തോട് അശ്വമുഖത്തോട് കുതിരമുഖത്തോടു കൂടിയത് ഹയഗ്രീവം എന്നൊക്കെ പറയപ്പെടുന്നു. അത്യന്തം വിസ്തൃതമായിട്ടുള്ള മുഖം, 2 ചക്രചിഹ്നം, ഭയാനകമായ രൂപമുള്ളത് നരസിംഹം എന്നു പേരുള്ള സാളഗ്രാമമാണ്. ഇത് ഈ നമുക്കൊക്കെ വൈരാഗ്യം നമ്മളിൽ പെട്ടെന്ന് ജനിപ്പിക്കാൻ കഴിവുള്ളതാണ് അതെന്നാണ് പറയണത്. 2 ചക്രചിഹ്നം, വിസ്തൃതമായ മുഖം, വനമാലാ ചിഹ്നമുള്ള സാളഗ്രാമം ലക്ഷ്മി നൃസിംഹം എന്ന് പറയപ്പെടുന്നു. ഗൃഹസ്ഥർക്ക് സുഖം പ്രദാനം ചെയ്യുന്നതാണ് ഈ സാളഗ്രാമം എന്ന് പറയുന്നുണ്ട്. ദ്വാരദേശത്തിൽ 2 ചക്രചിഹ്നവും ശ്രീയും ഒപ്പം സുടതയുമുള്ളത് വാസുദേവം എന്ന സാളഗ്രാമമാണ്. കാമങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണത്. സൂക്ഷ്മമായിട്ട് ചെറുതായിട്ടുള്ള 1 ചക്രവും കാർമേഘത്തിൻ്റെ നിറം, അനേകം സുഷിരങ്ങളുള്ള സാളഗ്രാമം പ്രദ്യുമ്നം എന്നാണ് പേര്. സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. 2 ചക്രമുഖങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്ന പിൻഭാഗം മുൻഭാഗത്തേക്കാൾ തടിച്ചിരിക്കുന്നതുമായിട്ടുള്ള സാളഗ്രാമം സംഘർഷണം. ഗൃഹസ്ഥന്മാർക്ക് സുഖം പ്രദാനം ചെയ്യണു. ഉരുണ്ട് നീണ്ട് മഞ്ഞ നിറത്തിൽ അഴകുള്ളതുമാണ് അനിരുദ്ധം എന്ന സാളഗ്രാമം. ഗൃഹസ്ഥന്മാർക്ക് സുഖപ്രദമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. സാളഗ്രാമശില എവിടെയുണ്ടോ അവിടെ ഹരിയും സന്നിഹിതനായിരിക്കും. അവിടെ തന്നെ സർവ്വതീർത്ഥങ്ങളോടും കൂടി ലക്ഷ്മി ദേവിയും വസിക്കുന്നുണ്ട്. പിന്നെ ആ പൂജയുടെ വിശേഷങ്ങൾ, ബ്രഹ്മഹത്യ തുടങ്ങിയ ഏതെല്ലാം പാപങ്ങളുണ്ടോ അവയെല്ലാം സാളഗ്രാമാദി പൂജകൾ ചെയ്യുന്നവർക്ക് ഇല്ലാതാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സാളഗ്രാമത്തിൻ്റെ
പൂജിക്കുന്നത് കൊണ്ടുള്ള വിശേഷങ്ങളെയാണ് പറഞ്ഞു പോകുന്നത്. സമയം കഴിഞ്ഞതുകൊണ്ടിനി ആ ഭാഗം നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇവിടെ തന്നെ നിർത്തുന്നു. ഹരേ നമഃ.